ഇത്തിരി വെള്ളം. എനിക്കിത്തിരി വെള്ളം വേണം. വെള്ളം ഒരു മിനറൽ വാട്ടർ കമ്പനിയും കൂടെ ഞങ്ങളെ കൊണ്ട് തുടങ്ങിക്കാത്തത്. അന്ധവിശ്വാസം വലിക്കുന്നതിന് മുമ്പ് ദാഹജലെങ്കിലും കൊടുക്കണമെന്ന് എന്തായാലും വാങ്ങിച്ചു കൊടുക്കും. എന്തിനിങ്ങനെയൊക്കെ പറയുന്നു? അവിടെ എവിടെയെങ്കിലും കടയുണ്ടെങ്കിൽ നിർത്ത്, അല്ലെങ്കിൽ ഇതിനകത്തൊരു ജാവും. ഇയാള് മാഷല്ല, MLA ആകേണ്ടതായിരുന്നു. അതാവുമ്പോ നിയമസഭയിൽ നിന്ന് ഇഷ്ടം പോലെ ഇടിയും കടിയും ഫ്രീ ആയിട്ട് കിട്ടിയാനെ. ഇറങ്ങി വാ, വെള്ളം കുടിച്ച് പുതിയ ഐഡിയ പറഞ്ഞ് ഇടി വാങ്ങാനുള്ളതല്ലേ. ഐൻസ്റ്റീന്റെ ഐഡിയ പോലും ചീറ്റി പോയിട്ടുണ്ട്. പിന്നെന്താ വലിച്ചിറക്കട അങ്ങോട്ട്. വെള്ളത്തിന് കന്നഡയിൽ എന്താണെന്ന് അറിയാം. ಆಲಿನ ಪೂರ್ತಿ ದುಡ್ಡು ಕೊಡಬೇಕು. ವೆಂಕಟ ನೀನು ಹೋಗು, ದುಡ್ಡು ನಾನು ಕೊಡ್ತೀನಿ. ಹೋಗು ಹೋಗು. വെരി ഗുഡ്. ഇവൻ തന്നെ തോന്നുന്നു പശുവിനെയും കറക്കുന്നത്. എനിക്ക് നാലുക്കോ ലിംബി എണ്ണ ജ്യൂസ് കൊടി. സർ ഓക്കെ. ലിംബി എണ്ണനെ? ലിംബി എണ്ണനല്ല, ലിംബി എണ്ണു, നാരങ്ങ വെള്ളം. അപ്പൊ ഈ ചായക്ക് ശശി എണ്ണനെന്നെങ്ങനെ ആയിരിക്കും? അല്ല, ചായക്ക് ഇവിടെ കാപ്പി എന്നാ പറയാറ്. അല്ല, വീട്ടിൽ നിന്ന് ഉമ്മച്ചേടാ പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചാ. ചക്കരെ പറ. സൽമാനിക്ക, ഞങ്ങളുടെ ബാങ്കിൽ കൊള്ളക്കാര് കേറി. അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ ചേട്ടനും അനിയനും സ്റ്റേഷനിൽ പോയേക്കുവാ. ബാങ്കിൽ നിന്നും വിലപ്പെട്ട കൊറേ. വിലപ്പെട്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടി, ലോക്കറിൽ എന്ന 5 പൈസ പോലും ഇല്ലായിരുന്നടി. ഞങ്ങളാ ബാങ്ക് കൊള്ളയടിക്കാൻ കയറിയത്. നിങ്ങളാണോ ബാങ്ക് കൊള്ളയടിച്ചേ? എന്തൊക്കെയാ സൽമാനിക്ക ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പറയാൻ നിൽക്കണ്ട. ഞാനും ജോയും ഒക്കെയാ കൊള്ളയടിക്കാൻ കയറിയത്. ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത കറുത്ത യൂണിഫോമിന്റെയും കളിത്തോക്കിന്റെയും വാടക കാശ് പോലും കിട്ടിയില്ലടി. ഇത്രയും ദരിദ്രവാസികളാണല്ലോടി നിന്റെ കെട്ടിയോനും അനിയനും. അലവലാദികൾ. പിന്നെ നിന്റെ കെട്ടിയോന് ശരിക്കിട്ട് 2 കൊടുക്കാൻ പറ്റും. അതെ, ഞങ്ങള് പിന്നെ 2-3 ദിവസത്തേക്ക് ഇവിടുന്ന് മുങ്ങുക. എങ്ങോട്ടാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോ ബെഞ്ചാപുര റൂട്ടിലൂടെ മൈസൂര് വഴി ബാംഗ്ലൂർക്ക് പൊക്കോണ്ടിരിക്കുക ഞങ്ങള്. രണ്ടുപേരും അല്ലാതെ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇത് അറിയരുത്. ഇനി ഞാൻ തിരിച്ചു വന്നിട്ട് നിന്റെ ആ കെട്ടിയോൻ പരമതണ്ടിക്ക് ഉറക്ക ഗുളിക കൊടുത്താ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് ചക്കരെ, പകലെന്നോ രാത്രിയൊന്നോ വേണ്ട, ഫുൾ ടൈം ഉറക്ക ഗുളിക കൊടുത്തു. എനിക്കിനി എപ്പോഴൊക്കെയാ വിളിക്കാൻ പറ്റുക പറയാൻ കഴിയും. ചിലപ്പോ ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കും. ഇടയ്ക്ക് ഞാൻ വാട്സാപ്പിൽ വരാം. ഓക്കെ ചക്കരെ. ഹെഡ് ഓഫീസിൽ ഇരുന്നിട്ട് നീ ബ്രാഞ്ച് ഓഫീസ് തുടങ്ങിയല്ലേ? എന്റെ ലിങ്കുണനെ അലമ്പാക്കരുത്. ഇവരുടെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞ അങ്ങനെ തന്നെ. വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ നമ്പ്യാരൻ നമ്പ്യാർ ഫിനാൻസ് കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കർണാടക അതിർത്തിയിലേക്ക്. പ്രതികൾ സംസ്ഥാനം വിട്ടതായി വ്യക്തമായ സൂചന ലഭിച്ചെന്നും ഏത് കോണിൽ പോയി ഒളിച്ചാലും പിന്തുടർന്ന് പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും അന്വേഷണ സംഘത്തലവൻ CA ശിവദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വകാര്യ കുത്തകൾക്കെതിരെ പോരാടുന്ന മാവോയിസ്റ്റുകളാണ് ഇതിന്റെ പിന്നിലെന്നാണ് ഞങ്ങളുടെ പ്രാഥമിക നിഗമനം. അയ്യപ്പ ഭക്തന്മാരുടെ വേഷത്തിൽ വന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചതിലൂടെ ഇവർ ദൈവവിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നതായി ഞങ്ങൾ സംശയിക്കുന്നു. ഒരുപക്ഷേ ദാവൂദ് ഇബ്രാഹിം സംഘത്തിന്റെ ആസൂത്രിത നീക്കമാകാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ന്യൂ ജനറേഷൻ ബാങ്ക് കവർച്ചയുടെ മാതൃകയിൽ തന്നെയാണ് ഈ കള്ളന്മാർ ഇവിടെയും ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നതിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രതികൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ IT പ്രൊഫഷണലുകളാണെന്നാണ്. എന്തായാലും എന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരാഴ്ചക്കുള്ളിൽ പ്രതികളെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കും. കൊണ്ടുവന്ന് ഫോട്ടോ ചട്ടി തലയാ. ഞാനിത് എന്ത് ചെയ്തെന്നായി പറയുന്നത്? താൻ ഒറ്റൊരുത്തം പറഞ്ഞിട്ടല്ലേടോ നമ്മൾ 3 കൂടെ പോയി ബാങ്ക് കൊള്ളയടിച്ചത്. എന്റെ പ്ലാൻ വേറെ ആയിരുന്നു. നിങ്ങൾ പോയി തോന്നിയാസം കാണിച്ചിട്ട് ഞാൻ താൻ പറഞ്ഞ പോലെ തന്നെ മുഖം മൂടിയിട്ട് തോക്കം പിടിച്ചിട്ടല്ലേടോ ബാങ്ക് കൊള്ളയടിക്കാൻ പോയത്. അപ്പൊ നിങ്ങളാണോ ബാങ്ക് കൊള്ളയടിച്ചത്? പിന്നല്ലാതെ. ഈ വൃത്തിയോട്ടം പറഞ്ഞു. മലയാളം അറിയൂ? അറിയാം. പെരുമീനായി ഇരവിൽ നിന്നാളാം, പാറും കിളിയാകാം മുകിലിൻ നിഴലിൽ പുതിയ പുലരുതിരി നീട്ടും മുമ്പേ മേഘത്തൂവൽ ചിറകായി തീരാം.
കോടി ശതകോടി അത് തേടി പായും നേരം കാണാ കാഴ്ചകൾ. തലചായ്ക്കാനിടമില്ല തലയുന്നോറിടയുന്നോർ താഴെ വീഴും താങ്ങാ കാഴ്ചകൾ. ചിന്തിയ കനവുകൾ, മങ്ങിയ നിഴലുകൾ, മങ്ങിയൊരോർമ്മകൾ പൊലിയുമോ തെളിയുമോ വീണ്ടും. പുതുമോടി പലമോടി ചിരി വീഴും വഴിയേടി ഉലകാകെ പായും പാച്ചിലിൽ. ഉരിയാടാൻ ഉയരേകാൻ ഒരു നേർത്ത തണലാകാൻ ഇടം തേടി പോകും വാക്കുകൾ. പൊന്നിള വെയിലുകൾ തുന്നിയ തുകിലുമായി ഒന്നിനി മാന്തളിർ വിരിയുമോ നിറയുമോ വീണ്ടും. പായാം പെരുമീനായി ഇരവിൽ നിന്നാളാം, പാറും കിളിയാകാം മുകിലിൻ നിഴലിൽ പുതിയ പുലരുതിരി നീട്ടും മുമ്പേ മേഘത്തൂവൽ ചിറകായി തീരാം. സോറി. എന്താ ഇത്? അതാ ഞാനും ആലോചിക്കുന്നു, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഒരുമാതിരി വെളച്ചിൽ വർത്താനം എടുത്താലുണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ കുലുങ്ങി കുലുങ്ങി ഒരു പരുവായി വരുവാ. അങ്കിളിനെ വിളിക്കാനോ? അതിനിവിടെ റേഞ്ച് ഇല്ല. ആ ഗോഡിനെ വിളിച്ചോ, അതിന് റേഞ്ച് ഒന്നും വേണ്ട. മാഡം, ഇതിത്ര അന്താരാഷ്ട്ര വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് തള്ളിയാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതെ, വഴിയെ കിടന്ന് ഇനിയും കാറ് തള്ളാൻ സേവ്യർ അഗസ്റ്റിന്റെ അനന്തരവൾ മീരാമാമൻ വേറെ ജനിക്കണം. ആയിക്കോട്ടെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. എന്താടി വാചം അടിക്കുന്നേ? നിന്റെ ഈ കാറിനെ വിട്ടിട്ട് കത്തിക്കും ഞാൻ. ആഹാ, രാജവമ്പാല പത്തി വിടർത്തെ ഞാൻ പേടിക്കും. അത് കണ്ട് ഞാനൊരു തലയോർത്തല്ലേ, എനിക്ക് ചിരിയാണ് വരുന്നത്. മീരാ മേഡം പറഞ്ഞ ഞാൻ അനുസരിക്കും. ഒന്ന് തന്നാ ചിലപ്പോ കൊണ്ടുവന്നു ഇരിക്കും. മനസ്സിലായാ? മേഡത്തിന്റെ അമ്മാവൻ സേവ്യർ അഗസ്റ്റിൻ സാർ ആരാന്നറിയോ? ഞാൻ ഈ നെഞ്ചത്ത് വെച്ച് ആരാധിക്കുന്ന നേതാവാ. മാഡം, മാഡത്തിന്റെ മുഖത്തെ തിളക്കമുണ്ടല്ലോ, ഈ ചൈതന്യം ഉണ്ടല്ലോ, അത് നന്മയുടെ തിളക്കമാണ്, മനുഷ്യത്വത്തിന്റെ തിളക്കമാണ്. ഒരു കാറ് കേടായാൽ കെട്ടുപോകുന്നതല്ല ഈ വെളിച്ചം. അതെ, കാറ് കേടായതിന് ദേവയാനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒന്നുകൂടെ തള്ളാം. ലാസ്റ്റ് തള്ളൽ. ഞാനൊന്നുമില്ല. തള്ളയും തള്ളാന്ന്, സോറി, കുട്ടിയും തള്ളാന്ന്. തള്ളിക്കോ തള്ളിക്കോ. ഒരു പാട്ട വണ്ടി. എന്റെ വണ്ടി വല്ലതും പറഞ്ഞോണ്ടല്ലോ, നിങ്ങളുടെ ഇട്ടേച്ച് ഞാൻ എന്റെ പാട്ടിന് പോകും. ഒന്ന് നന്നായിട്ടൊക്കെ തള്ളു. ഈ തള്ളല് വെറുതെ ആവോ? നേരെ തള്ളിയില്ലെങ്കിലാവും. അയ്യോ, ഒരു വണ്ടി ഫുൾ ഓഫ് ലേഡീസ്. നിർത്തണോ, നിർത്തോ, ഒന്ന് വേഗം നിർത്തണോ. ഏയ്, സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്ത്. നിർത്താനാ പറഞ്ഞേ. എന്താ എന്താ സംഭവിച്ചത്? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ഒന്ന് തള്ളു. ആരടി നീ? ഞാൻ ആരാന്ന് വിചാരിച്ചടി നീ? എടീന്നോ? ഒന്നുകൂടെ വിളിക്കടോ. ഒരു വട്ടമല്ല 10 വട്ടം വിളിക്കോടി. എടി 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 എടി. തന്റെ തൊപ്പി ഈ കോമാളി മീശ ഞാൻ തെറിപ്പിക്കും. തെറിപ്പിക്കോടി, ചോണയുണ്ടെങ്കിൽ തെറിപ്പിക്കടി. അതൊന്ന് കണ്ടിട്ട് എന്താ? അത് മീരമാമൻ, MP സേവ്യർ അഗസ്റ്റിൻ സാറിന്റെ അനന്തരവളാ.
പാടോ വണ്ടി തള്ളാം ആഞ്ഞു തള്ളണം എല്ലാവരും ഉത്സാഹിച്ചേ വണ്ടി പോട്ടെ സാർ അവിടെ വരെ തള്ളണ്ടേ ഇങ്ങനെ തള്ളണം അവിടെ ഡ്യൂട്ടിയാണ് നമ്മുടെ വീരാമാമന് വേണ്ടി ഞാൻ ആദ്യം ചൂടായില്ലയോ അത് കോമഡിയാ സാറ് ഭയങ്കര കോമഡിയാ ഡിപ്പാർട്ട്മെന്റ് സാറിന് കോമഡി സാറെന്നാ വിളിക്കുന്നത് സാറിന്റെ പേര് പറഞ്ഞാൽ തന്നെ ശരിയാ. എന്താ പേര്? ശിവദാസ് ശിങ്കം ശിവദാസ് എന്നറിയപ്പെടും. ഷിബു എന്നും വിളിക്കും. അത് നിന്നെ ഉദ്ദേശിച്ച. പിന്നെ വണ്ടി സ്റ്റാർട്ടായ അപ്പത്തിന് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഏരിയ അത്ര സേഫ് അല്ല, മാവോയിസ്റ്റുകളുടെ കേന്ദ്രമാ. നിർത്തണ്ട, ഇനി തള്ളാൻ വയ്യ. ശ്രദ്ധ, വീണ്ടും ഓഫ് ആവുന്നതിന് മുമ്പ് വേഗം കേറിക്കോ. പോവാ മാഡം. ബൈ ബൈ. മിടിക്കടാ മിടിക്ക. അയ്യോ അയ്യോ, സെൽഫി എടുക്കാൻ മറന്നുപോയി ജീവിതത്തിൽ ആദ്യമായിട്ട്. സാർ എടുത്തോളൂ. സാറന്മാരെ, ഈ വണ്ടി കൂടി ഒന്ന് തള്ളി തരുവോ? പാവല്ലേ സാറേ, തള്ളിക്കൊടുത്തേക്ക്. അതെ.